ഗുഡ് മോർണിംഗ് സുന്ദരി. നമ്മളിപ്പോ എവിടെയാ പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മള് A to B പോവാണ് കേട്ടോ. നമ്മള് കഴിഞ്ഞ ദിവസം അവിടുന്ന് പാഴ്സൽ മേടിച്ചിട്ട് വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഇന്നിപ്പോ അമ്മ വീട്ടിൽ നിന്ന് ബ്രെഡ് തന്നെ കഴിച്ചു. എന്നിട്ട് അമ്മ വരുന്നില്ല പറഞ്ഞു. അപ്പൊ ഞാനും കുട്ടിയും കൂടിയിട്ട് ഇവിടെ അടുത്തുള്ള A to B പോവാണ്. അതെ, നമ്മള് A to B പോവാണ്. അവിടെ ഇരുന്ന് കഴിക്കാന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ വരുത്തിക്കാനൊന്നും നിൽക്കണ്ട, ഇവിടെ അടുത്താണ്. അത് കഴിഞ്ഞ് വന്നിട്ട് എങ്ങടെങ്കിലും പോണ കാര്യം ആലോചിക്കണം. ആർക്കും പുറത്തു പോകാൻ താല്പര്യമില്ല. എനിക്കും പിന്നെ അമ്മയ്ക്കും. ഇമ്മക്കുട്ടിക്ക് മോളാണെങ്കിൽ മാത്രമേ താല്പര്യമുള്ളൂ. സ്ട്രീറ്റ് ആണെങ്കിൽ വേണ്ട പറഞ്ഞു. ഇവനാണെങ്കിൽ പിന്നെ എങ്ങോട്ടോ പോകാനാണ് താല്പര്യം. അപ്പൊ ബാംഗ്ലൂർ ഒന്നുമില്ലാന്ന് ഇന്ന് നീ കണ്ടുപിടിച്ച് പറഞ്ഞ് താഴെ ഓടിക്കാ പോണ്ടേന്ന് നോക്കിക്കൂടെ നിനക്ക്? എന്തായാലും ഇന്നത്തെ ഇത് തീരുമാനിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ ബേബി, ഇന്നത്തത് തീരുമാനിച്ചിട്ടില്ല. നമുക്ക് വീട്ടിൽ പോയിട്ട് എന്താ വേണ്ടെന്നുള്ളത് നോക്കാം. എന്തായാലും മിക്കവാറും പശുവാ. എന്തായാലും മിക്കവാറും മോളിലേക്കോ പബ്ബില് അമ്മയും കൊണ്ടു. അപ്പൊ ഇതിനെന്ത് ചെയ്യും? പബ്ബില് കുട്ടികളെ കയറ്റില്ല. പബ്ബാണെങ്കിൽ ഞങ്ങക്ക് ഗോവയിൽ ഇഷ്ടം പോലെ പബ്ബുണ്ട്, ചിറ്റോസ്. അപ്പൊ അത് പോയെങ്കിൽ നോക്കിയിട്ട് വേണം. എന്തായാലും ഫസ്റ്റ് A to B പോയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. വേറൊരു കാര്യമുണ്ട്, എനിക്ക് വീട്ടിലെത്തിയിട്ട് നമ്മൾ ഇന്നലെ ഡിമാർട്ടിൽ പോയില്ല, അതിന്റെ ഹോൾ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇന്ന് തന്നെ എഡിറ്റ് ചെയ്തിടണം. അങ്ങനൊരു കാര്യം കൂടി ഉണ്ട്. അപ്പൊ അതിനുള്ളൊരു സമയം വേണ്ടല്ലോ. എഡിറ്റ് ചെയ്യാനോ? ഷൂട്ട് ചെയ്യാം. ശരി. അതൊക്കെ വേണോ? അപ്പോൾ A to B അത്യാവശ്യം എപ്പോഴും തിരക്കുണ്ടാവും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഏകദേശം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ദോശ പറയാം. ഇത് ട്രൈ കളറിലൊക്കെയുള്ള ചട്നിയൊക്കെ ഉണ്ട്. ഞാൻ മസാല ദോശയാണ് പറഞ്ഞത്. ഇമ്മക്കുട്ടി സാധാ ദോശ ആണ്, സാധാരണ ദോശ ആണ് പറഞ്ഞത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ A to B വന്നിട്ട് നമ്മൾ ഈ ദോശയും അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള താലിയൊക്കെ ഉണ്ടല്ലോ. സൗത്ത് ഇന്ത്യൻ താലി, നോർത്ത് ഇന്ത്യൻ താലിയൊക്കെ നല്ല രസമാണ് ഇവിടുത്തെ, നല്ല ടേസ്റ്റാണ്. പിന്നെ പാല്, ഇമ്മക്കുട്ടിക്ക് പാലും എനിക്ക് കാപ്പിയും. പക്ഷേ കാപ്പി എനിക്ക് ഫുള്ളായിട്ട് കുടിക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. എനിക്ക് കുറേ നാളായിട്ട് ഇത്ര സ്ട്രോങ് കാപ്പിയൊന്നും കുടിച്ച് ശീലമില്ലാഞ്ഞിട്ടേ. അപ്പോൾ കോഫി ലവേഴ്സിന് എന്തായാലും ഇഷ്ടപ്പെടും. പക്ഷെ അത്ര അങ്ങനെ കുടിച്ച് ശീലമില്ലാത്തവർക്ക് ഇതിങ്ങനെ ഭയങ്കര ഒരു കയ്പ്പ് സ്വാദുള്ള കാരണം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ അത്യാവശ്യം കുടിച്ച് തീർത്തു. ഭക്ഷണം കഴിച്ച സ്ഥിതിക്ക് നമുക്ക് ഇനി വീട്ടിലേക്ക് പോവാം കേട്ടോ. അവിടെ പോയിട്ട് ഹോൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ആലോചിക്കാം നമുക്ക് എങ്ങടാ പോണ്ടേന്നുള്ളത്. ദോശയൊക്കെ ഗെറ്റ് ഇൻസൈഡ്. ചെറിയൊരു മസാല ദോശ കഴിച്ചോളൂ, പക്ഷെ വെരി ടയേർഡ്. അതെ, എഡിറ്റ് ചെയ്യാൻ അറിഞ്ഞാലേ സ്ട്രോങ് ഇൻഡിപെൻഡന്റ് വുമൺ ആവുള്ളൂ എന്നാ ഉണ്ണി മാമ പറയണ. നേരെ തിരിച്ച സ്ട്രോങ് ഇൻഡിപെൻഡന്റ് ഗേൾ ഇത് നന്നായിട്ട് വലുതായാലേ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, മനസ്സിലായോ ഉണ്ണി? ഇനി കുഞ്ഞു തുടങ്ങുകയാണെങ്കിൽ തന്നെ എന്ത് ചാനലാ തുടങ്ങാൻ പോണ്? തുടങ്ങുമ്പോ ഞാൻ ഇംഗ്ലീഷ് ചാനലിൽ തുടങ്ങും. ഇത് കുറച്ച് നാൾ കഴിഞ്ഞാൽ മലയാളം സ്റ്റാർട്ട് ചെയ്യും. ആണോ? എത്തി. My leg is paining. അയ്യോ, ഞങ്ങള് ദോശ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു കേട്ടോ. എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല, അതിന് വന്നിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ എഗെയിൻ പുറത്തേക്ക് പോകണം. ഞാൻ ഉടുപ്പൊക്കെ മാറ്റിയിട്ടോ. ഈ എൻ്റെ ഫേവറേറ്റ് ജീൻസ് ഇട്ട്. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിമാർട്ടിൽ എടുത്ത ടീഷർട്ടാണ്. ഇട്ട് നല്ല സുഖമുണ്ട് ഇടാനായിട്ട്. ഞാൻ ഉള്ളിലൊരു ബ്രാലറ്റാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വള്ളിയായി കാണാനുള്ള. ഞാൻ പിന്നെ ഇത് മാറ്റിയില്ല, മറ്റേ ഡ്രസ്സിന് അത് ഇടണമായിരുന്നു. അതിന് ഇതന്നെ എടുത്തിട്ടു. ഇനി നമുക്ക് ഫസ്റ്റ് ഉച്ചഭക്ഷണം കഴിക്കാൻ പോവാം. ഭക്ഷണം കയ്യിൽ മാത്രമേ ഉള്ളൂ. അത് കണ്ടോ, കാറിൻ്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അത് ഇന്നിപ്പോൾ നമ്മളിവിടെ പരിസരത്ത് തന്നെ പോവാച്ചിട്ടാണ്. ആദ്യം നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവുക, ലഞ്ച് കഴിക്കാൻ പോവും. എന്നിട്ട് ലഞ്ച്
കഴിച്ചിട്ട് നമുക്കിവിടെ അടുത്ത് തന്നെ ഒരു മോളുണ്ട്, അവിടെ പോവാം. അവിടെ ഹോപ്പ്ഫുള്ളി പ്ലേ ഏരിയ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ വന്നിട്ട് കുട്ടിക്ക് പ്ലേ ഏരിയയിലൊന്നും കളിക്കാനൊന്നും പോയിട്ടില്ല മോളിലൊന്നും. പിന്നെ ഇമ്മ അവിടെ പോയിരുന്ന് കളിച്ചോട്ടെ. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഇവിടെ അടുത്തൊരു ലേക്ക് ഉണ്ട്, അതും കൂടി പോയിട്ട് തിരിച്ചു വരാം. എന്നിട്ട് വന്നിട്ട് വേണം നമുക്ക് ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്തിടാനായിട്ട്. ഇന്നലെ ഞാനൊരു ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടതേ ഉള്ളൂ കേട്ടോ. ആണോ? ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മളെ റെസ്റ്റോറൻറ്റ് അവിടെ എത്തി. ദ നെക്സ്റ്റ് ചാപ്റ്റർ ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്. നല്ല വലുതാണ്. ദിസ് ഈസ് സോ ബ്യൂട്ടിഫുൾ. നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ട്. It's the funniest name in the whole world. Why? Because എന്റെ ക്ലാസ്സിലും ചാപ്റ്റർ ഉണ്ട്. ആണോ? ഈ ഹോട്ടലിനും അതൊക്കെ നല്ല രസമായിട്ട് കുറെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള രീതിയിൽ ഇച്ചിരി സ്റ്റേജ് ഒക്കെ ആയിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു കുഞ്ഞു. പ്ലീസ് ബി കെയർഫുൾ, there's a doggy. It must be somebody's pet because it has a collar. No. പേടിയായ? This looks ഡോഗ് ഇമ്മക്കുട്ടീൻ്റെ ഉമ്മ വയ്ക്കാൻ വന്നു. ഷോ നമ്മൾ സ്റ്റാർട്ടേഴ്സ് ഓർഡർ ചെയ്തു കേട്ടോ. മറ്റേ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് കാണാൻ വന്നിരിക്കുകയാണ്. അതോ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് ആട്ടോ, റിയൽ അല്ല. അമ്മ അത് അവിടെ നിന്ന് അയ്യോ ഇത് എന്തൊരു വയ്യാ വിചാരിച്ചു ഇത് റിയൽ ആവില്ല എന്നുള്ളത്. പക്ഷെ വലിയ ഏരിയയില് കുറേ പേർക്ക് വന്നിരിക്കുകയും ഒക്കെ ചെയ്യാം. ഈ യലഹങ്ക ഭാഗത്താണ് കേട്ടോ. നല്ലതാ. പിന്നെ ഏതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്? ഇത് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള എപ്പോഴും ഞാൻ ഇട്ട് കിടക്കാറുള്ള ജീൻസിലെ അതാണ്. ഇതിപ്പോൾ നമ്മൾ ഡിമാർട്ടിൽ നിന്ന് 200 rupees താഴെയുള്ള ഒരു ടൈ ആൻഡ് ഡൈ കൈൻഡ് ഓഫ് ടീഷർട്ടാണ്. ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു കമ്മൽ ഇട്ടിട്ടുണ്ട്. കൂടി ഞാൻ എല്ലാം കൂടി പൊക്കി പിടിച്ചൊരു പണി കെട്ടിയിട്ട് കേട്ടോ. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര കംഫിയാണ്. ഇത് വാച്ച് നല്ല ക്ലൈമറ്റാണ്. എനിക്കിപ്പോൾ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻറ്റ് ഇതാണ്. നമ്മൾ ബാർബിക്യൂവിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ, അതിനെക്കാട്ടും രസമുണ്ട്. ഫുഡ് എങ്ങനെയാണെന്ന് അറിയില്ല, ഇനി അത് കഴിച്ചാലേ അറിയില്ല. അതിൻ്റെ ആംബിയൻസ് അടിപൊളി. സന്തോഷമായ കോൺ സൂപ്പാണ്. ഇഷ്ടല്ലേ? ഇഷ്ടമാണോ? അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ചൂടാണല്ലോ. ഇത് എന്താണ് ഇത്? ഹോട്ട് ആൻഡ് സോർ സൂപ്പാണ് കേട്ടോ. അമ്മയ്ക്കൊക്കെ ഇതാ ഇഷ്ടം, അമ്മയ്ക്കും ഉണ്ണിക്കും. കാരണം എരിവുള്ളതാണ്. എനിക്ക് സ്വീറ്റ് കോണാണ് ഇഷ്ടം, കാരണം ഞാൻ ഭയങ്കര സ്വീറ്റ് ആണല്ലോ. ഞാനും ഉണ്ണിക്കൊന്നും തീരെ പിടിക്കില്ല എന്റെ മോളെ എന്നെ പുകഴ്ത്തുന്നത്. പക്ഷെ ഇത് ശരിക്കും കാണുമ്പോഴേക്കേ ശരിക്കും ചിക്കൻ്റെ ഒരു വൈബ്. ഇത് എന്താ? ഇത് തന്തൂരി റൊട്ടിയാ? തണുപ്പില്ലാത്ത ലൈം ജ്യൂസ് കുടിക്കാം നമുക്കുട്ടി. നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഇതാ ഇവിടെ ഒരു മോളിലേക്ക് വന്നിരിക്കുകയാണ്. ഗനേറിയ മോൾ എന്നാണ് മോളിന്റെ പേര്. ഇതാണ് ഈ പരിസരത്തുള്ള ഒരു ശബ്ദം വരുമ്പോൾ. ഇതാണ് ഈ പരിസരത്ത് ഏകദേശം നമുക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുള്ള ഒരു മോള്. നമ്മൾ വിചാരിച്ചു ഇവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് അതെനിക്ക് ബെസ്റ്റ് കഴിക്കണം. കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇവിടെ ഒരു ലേക്ക് ഉണ്ട്, അവിടെയും കൂടി ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ നമ്മൾ മെട്രോയിലൊന്നും പോകാനുള്ള ആവതില്ല. ഇത് മാത്രമല്ല, ഇന്നിപ്പോൾ നാളെ ആണെങ്കിലും നമ്മൾ ഇതേപോലെ സിമ്പിളായിട്ട് എവിടെയെങ്കിലും പോയില്ലെങ്കിലും കുഴപ്പമില്ല. എന്തായാലും എനിക്ക് കുറേ എഡിറ്റ് ചെയ്യാനുണ്ട്. നമ്മുടെ മാക്ബുക്ക് എയറിൽ എഡിറ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ കുറേ സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ കയറി ചെല്ലുമ്പോൾ കുറച്ച് എക്സിബിഷൻ പോലെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി കൊട്ട കണ്ടുപിടിച്ച് ഇമ്മക്കുട്ടീനെ അതിനകത്ത് ഇരുത്തിയപ്പോൾ തന്നെ സമാധാനമായി. പിന്നെ നമുക്ക് മെയിനായിട്ട് ഇന്നത്തെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടി മേടിക്കണം കേട്ടോ. നമുക്ക് കുറച്ച് 1-2 എക്സ്ട്രാ പെട്ടി വേണം എന്തായാലും.
ഈ മുന്നുണ്ടായിരുന്നൊക്കെ നല്ലോണം പഴകി. നമ്മൾ കുറേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ടിലേക്കും ഒക്കെ പോയിട്ട് വന്നിട്ട് ഇങ്ങനെ ഭയങ്കര റഫ് യൂസ് ചെയ്തിട്ടേ, അപ്പോൾ അത് ഒക്കെ നാശമായി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ബാഗ് പോലെ എന്നാൽ ഇങ്ങനെ ഉരുട്ടി കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലത്തെ ബാഗ് അത് വേണം. ബാക്ക് പാക്കും എനിക്ക് നോക്കണം എന്നുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ ബാക്ക് പാക്ക് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പ് വയ്ക്കേണ്ടത് വേണോ ലാപ്ടോപ്പ് വയ്ക്കാത്തത് വേണോ എന്ന് എനിക്ക് തീരുമാനമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഇവിടെ നല്ല ഡിസ്കൗണ്ടിലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതാണ് പ്രശ്നം, ഈ മോളിലൊക്കെ വരുമ്പോൾ നമുക്ക് വേണ്ടാത്തതാണെങ്കിലും നമുക്കിങ്ങനെ വിലക്കുറവിൽ കാണുമ്പോൾ മേടിക്കാനുള്ളൊരു ടെംപ്ടേഷൻ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അങ്ങനെ കുറേ കാശ് ചിലവാകും. അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഗോവയിലല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ബാംഗ്ലൂരൊക്കെ വന്ന് കാണുമ്പോഴേ ഭയങ്കര ഒരു ആക്രാന്താണ്. ഗോവയിൽ ഒരു മോളോ അങ്ങനെ വലിയ സൂപ്പർ മാർക്കറ്റോ അങ്ങനെ ഒന്നും നമ്മുടെ വീടിൻ്റെ പരിസരത്തും അങ്ങനെ ആയിട്ടൊന്നും ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ബാഗ്സൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരെണ്ണം ഫൈനലൈസ് ചെയ്തു. അപ്പോൾ ഈ കൊട്ടയിലെത്തുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കൊട്ടയിൽ ഇങ്ങനെ ഇരുന്നാൽ ഭയങ്കര സുഖമല്ല ഓരോന്നൊക്കെ വലിച്ചിടാനായിട്ട്. അപ്പോൾ അങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ഓരോന്ന് വലിച്ചിടാം. അപ്പോൾ നമ്മൾ എല്ലാം ഒന്നും പറ്റില്ല, നമുക്ക് വേണമെങ്കിൽ ഒരു ബോക്സ് എടുക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു ബോക്സ് നോക്കി. ഇപ്പോൾ ഇമ്മക്കുട്ടി എൻ്റെ മേക്കപ്പ് പൗച്ചാണ് കൊണ്ടുപോകണം, പെൻസിൽ ബോക്സ് ആയിട്ട്. അത് ഭയങ്കര ഇഷ്ടമായിട്ട് കൊണ്ടുപോകണം കേട്ടോ, കാരണം നല്ല വെറൈറ്റി ഉണ്ടല്ലോ കാണാനായിട്ട്. അപ്പോൾ എന്തായാലും നോക്കിയിട്ട് എന്താ ഈ ബോക്സ് എടുത്തു കേട്ടോ, ഈ പെൻസിൽ ബോക്സ് എടുത്തു. നല്ല രസമുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്, ഒരുപാട് വെറൈറ്റി ഓഫ് പെൻസിൽ ബോക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നോക്കിയിട്ട് നമ്മൾ ഒരെണ്ണം എടുത്തു. പിന്നീട് ഇത് 299 മുതൽക്കുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. ഇത് നല്ലതാണ് കേട്ടോ, പല പല റേറ്റിലുള്ളതാണ്. ഇത് 299, 399, 499 അങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരെണ്ണം എടുക്കാം, നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടേ. പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അതല്ലെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് പൂവൊന്നും ഇല്ലാത്ത സാധാരണ മണി പ്ലാന്റ് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ റിയൽ ആയിട്ടുള്ളതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എന്നാലും നമുക്ക് 1-2 എടുക്കാം കേട്ടോ അത്. പിന്നെ വാട്ടർ ബോട്ടിൽ വേണം. അപ്പോൾ ഞാനിങ്ങനെ എനിക്കൊരു ചെറിയ വാട്ടർ ബോട്ടിൽ എപ്പോഴും പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേണം വെച്ചിട്ട്, അത് സ്റ്റീലിൻ്റെ തന്നെ വേണം വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കാം കേട്ടോ ഏതാ വേണ്ടതെന്നുള്ളത്. പിന്നെ ഉണ്ണിക്ക് കുക്കർ വേണമായിരുന്നു, അവിടെ കുക്കറൊന്നും ഇല്ല, അതും ചെറിയ കുക്കർ. അവന് വേണ്ടിയിട്ട് മാത്രം ചോറ് വയ്ക്കാനുള്ളൊരു കുക്കർ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടണില്ല. 3 ലിറ്റർ ഒക്കെ മുതലാണ് സ്റ്റാർട്ടിങ് ഉള്ളത്. നമുക്കൊരു 2 ലിറ്റർ 1.5 ലിറ്ററിൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. അപ്പോൾ അങ്ങനെ അത് നോക്കുക, ഒന്നും അത്ര സെറ്റായില്ല. പിന്നെ ഈ ഇഡ്ഡലി പാത്രം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ ഈ രാമശ്ശേരി ഇഡ്ഡലി പോലെ ഇങ്ങനെ പരത്തി ഉണ്ടാക്കാൻ പറ്റുന്ന അങ്ങനത്തെ അതാണ്, അത് നന്നായിട്ട് തോന്നി. ഇതിൽ ഇടിയപ്പം പറ്റില്ല കേട്ടോ, കാരണം ഓട്ടോ ഇല്ലല്ലോ. ഇഡ്ഡലി പറ്റും, പക്ഷേ വിചാരിച്ചു വേണ്ട, നമ്മളെവിടെ സ്ഥിരമായിട്ടില്ലല്ലോ, സ്ഥിരമായതിന് ശേഷം മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് വേണ്ടാച്ചിട്ട് പിന്നെ പുറത്തുനിന്നെങ്കിൽ സമാധാനമായി. നന്നായി അത് മേടിച്ചിരുന്നെങ്കിൽ പിന്നെ അതൊരു ബാധ്യതയായിരുന്നു. പിന്നെ കയ്യിലിൻ്റെ സെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അത് ഭയങ്കര വിലക്കുറവായിരുന്നു, 100 സംതിങ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഒരെണ്ണം എടുത്തു. പിന്നെ ഇങ്ങനെ കുറേ ഡെക്കോർസും പിന്നെ ഇങ്ങനത്തെ മഗ്സ് ഉണ്ടല്ലോ, അതന്നെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. മഗ്സൊക്കെ ഇങ്ങനെ വെറൈറ്റി ഷേപ്പുകളിലും അതേപോലെ പാറ്റേൺസിലും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ മേടിച്ചില്ല. പിന്നെ അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, കളറിങ് കോമ്പറ്റീഷൻ. അപ്പോൾ ഇമ്മക്കുട്ടി കളർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് കളറൊക്കെ ചെയ്തത്. കളർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് തരും. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു ടൈം ഉണ്ട്, അതിനുള്ള കളർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് കളർ ചെയ്ത് ഇമ്മക്കുട്ടി കൊടുത്തു. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി. പിന്നെ നമ്മൾ മിനിസോയിൽ വന്നിട്ട് വെറുതെ വായനൊക്കെ വേണ്ടി വന്നതാണ് കേട്ടോ. പാവകൾ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അയ്യോ എന്ത് ക്യൂട്ടാല്ലേ, നല്ല രസമായിട്ടുള്ള പപ്പീസും അതും ഇതൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ മിനിസും കാണാനും. അതെ, മേടിക്കാൻ ഇത്തിരി പാടാം, കാരണം കുറച്ച് എക്സ്പെൻസീവാണ്. അത് കഴിഞ്ഞിട്ട് പ്ലേ ഏരിയയിലേക്ക് വന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ മുതൽ പറയണത് എനിക്ക് എന്തായാലും ഇപ്പോൾ പ്ലേ ഏരിയയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഇമ്മക്കുട്ടി ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ നമ്മൾ പ്ലേ ഏരിയയിലേക്ക് വിട്ടു. ഏകദേശം 1.5 to 3 മണിക്കൂറാണ് കേട്ടോ. ആ ഗ്യാപ്പിൽ ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് റിലാക്സ് ചെയ്ത് ഒരു ഡോണട്ട് കഴിച്ചു. നമ്മൾ അവിടെ നിന്ന് തന്നെ മേടിച്ചു, നല്ല ടേസ്റ്റുള്ള ഡോണട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇമ്മ അവിടെ ഇരുന്ന് കളിച്ചോളും അത്യാവശ്യം. ഈ ഉടുപ്പിൻ്റെ അടിയിലിടുന്ന ഈ ഇങ്ങനത്തെ സോക്സ് പോലത്തെ സാധനമല്ലോ, സ്റ്റോക്കിങ്സ് തന്നെ ഭയങ്കര കട്ടിയുള്ളത് ഭയങ്കര നല്ലതാണ് കുട്ടികൾക്ക്. എപ്പോഴും ഇങ്ങനെ ഉടുപ്പിടുമ്പോൾ അത്ര കംഫർട്ടബിൾ ആയെന്ന് വരില്ലല്ലോ, അപ്പോൾ ആ രീതിക്ക് നല്ലതാണ്. ഞാൻ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് മേടിച്ചിട്ടുണ്ട്, ഇവിടുത്തെ ഈ മോളിൽ നിന്ന് തന്നെ മേടിച്ചിട്ടുണ്ട്. ഭയങ്കര നല്ലതാണ്, അടിപൊളിയാണ്. ഹലോ, അപ്പോൾ നമ്മൾ മോളിൽ നിന്ന് ഇറങ്ങി മുട്ടിയുടെ കളിയൊക്കെ കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ബേബി? നൈസല്ലേ, പൊളിയായിരുന്നു. അപ്പോൾ കളിച്ചൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ അടുത്തുള്ളൊരു ലേക്കിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇന്നിപ്പോൾ നമ്മൾ മെട്രോയിലൊന്നും പോകില്ല, ഫുള്ള് കാറിൽ പോകാവുന്ന ഡിസ്റ്റൻസിൽ ഞാൻ വന്നിട്ടുള്ളൂ കേട്ടോ.
അപ്പം അതുകൊണ്ട് ഇവിടെ യലഹങ്ക, നമ്മൾ യലഹങ്ക പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അതും പ്രോപ്പർ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ കുറച്ച് ഉള്ളിലോട്ടാണ്. ഉണ്ണിയുടെ കമ്പനി ഈ ഭാഗത്താണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അവൻ ഇവിടെ തന്നെ ഒരു 1 BHK എടുത്ത് താമസിക്കണം. അപ്പോൾ വണ്ടിയിൽ കാറിൽ പോയി വരികയാണെങ്കിൽ അവൻ ഹാർഡ്ലി 5 to 10 minutes ഉള്ളൂ ഓഫീസിലേക്ക്. അപ്പോൾ നമ്മൾ ഈ പരിസരത്തുള്ള ഒരു ലേക്കിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. വഴി നമുക്ക് തെറ്റിയിട്ടാണോ അതോ മാപ്പ് ഇനി എളുപ്പ വഴി കാണിച്ചിട്ടാണോ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഭയങ്കര ഒരു കുടിസ് വഴിയായിരുന്നു കേട്ടോ. പിന്നെ ഒരുവിധം പാർക്കിംഗ് സ്പേസൊക്കെ കണ്ടു കിട്ടി. നമ്മളിതായിപ്പോൾ ലേക്കിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ നമുക്കിങ്ങനെ സൈഡിൽ ഇങ്ങനെ നടക്കാം. പ്ലാന്റ് സൈഡിൽ നിന്നല്ല, പക്ഷെ ഇപ്പുറത്ത് കാട് പോലെ കണ്ടോ ഇവിടെ ഉണ്ട്. ഇത് ഇപ്പുറത്ത് ഇതുണ്ട്, ലേക്കും ഉണ്ട്. എന്താ മുന്നോ നമുക്ക് സ്റ്റാൻഡ് ആൻഡ് സീ ചെയ്യാം. അമ്മമ്മയോട് പറയും നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാമെന്ന്. കുട്ടിക്ക് നടന്നു മടുത്തു. ഇത് ശബ്ദം ഇപ്പോൾ ഏകദേശമൊക്കെ ഇങ്ങനെ ശരിയായി വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ എവിടെയെങ്കിലും ഇരുന്നിട്ട് ലേക്ക് കാണും, അത്രയേ ഉള്ളൂ. യലഹങ്ക ലേക്കാണ് ഇത്. ഗോർജിയസ് ആയിട്ടില്ലേ, എന്താ ഉള്ളിൽ നല്ല വൃത്തിയുണ്ട്. പുറമെ റോഡൊക്കെ ഭയങ്കര അലമ്പായിരുന്നു. ഞങ്ങളിങ്ങനെ അയ്യോ ഇതിൻ്റെ ഉള്ളിലേക്കാണോ ഈ വരാൻ പോണേന്ന് നമ്മൾ സംശയിച്ചു. ഇത് നല്ല ഗോർജിയസ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നമുക്ക് തൽക്കാലം ഇവിടെ ഇരിക്കാം. 5 കിലോമീറ്റർ ഉള്ളിലോ? 5 കിലോമീറ്ററോ? കുഞ്ഞു നടക്കും 5 കിലോമീറ്റർ. കുറച്ചധികം ദൂരമുണ്ട്. അത്രയ്ക്ക് എത്താൻ പറ്റില്ല എന്ന് തോന്നുന്നു. അപ്പോഴേക്കും നമുക്ക് തിരിച്ചു വരേണ്ടി വരും. കാരണം 7 മണിയാകുമ്പോൾ ഇത് അടയ്ക്കും കേട്ടോ. ഇപ്പോൾ യലഹങ്ക ഭാഗത്തൊക്കെ ആണെങ്കിൽ നമുക്ക് രാവിലെ ഓടാനൊക്കെ വരണമെങ്കിൽ ഇത് അടിപൊളിയാണ്. അതല്ലെങ്കിൽ തന്നെ ജസ്റ്റ് വൈകിട്ട് വന്ന് ചില്ലി ചെയ്യണമെങ്കിൽ ഇത് അടിപൊളി സ്ഥലമാണ്. ഇതാണ് മുദ്ര. എന്ത് മുദ്ര അത് മറന്നോ? ഫുള്ള് എല്ലാ മുദ്രകളുടെയും പേര് പഠിച്ചതായിരുന്നു ഈ മുദ്ര. അതേ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. ആൻഡ് വി ആർ ഹാവിങ് സാലഡ് ആൻഡ് ഫ്രൂട്ട്സ് സാലഡ് അല്ലേ കുട്ടി? ഹെൽത്തി അല്ലേ? എന്താണ് അതേ നമ്മൾ ഇന്ന് മേടിച്ച സാധനങ്ങളൊന്നും ഞാൻ കാണിച്ചു തന്നില്ലല്ലോ അല്ലേ. മെയിനായിട്ട് ഇതാ ഈ ബാഗാണ് കേട്ടോ മേടിച്ചത്. ഇതായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. നമുക്ക് ബാഗിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ മുന്നുണ്ടായിരുന്നൊക്കെ നല്ല പഴയതായില്ലേ. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്ന് വെച്ചാൽ 1200. ഈ ബാഗിനൊക്കെ ഇപ്പോൾ ഇത്ര വിലയുണ്ടല്ലോ. പിന്നെ എന്താ വെച്ചാൽ ഇത് നമുക്ക് ഉരുട്ടി കൊണ്ടുപോകാം. അപ്പോൾ അത് കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഒരു ഹാൻഡിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ലത്. 1100 ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആമസോണിൽ നോക്കിയപ്പോൾ 1300, 1400, 1600 പല പല റേറ്റിലാണ് ഈ ബ്രാൻഡിൻ്റെ ഉള്ളത്. പിന്നെ എനിക്കൊരു വാട്ടർ ബോട്ടിൽ, സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിൽ, ഒരു 500 ml 300 രൂപയാണ്. നമ്മുടെ വീട്ടിലുണ്ട് ഇങ്ങനത്തെ, പക്ഷെ അതായിട്ട് ഓഫീസിൽ കൊണ്ടുപോകണത്. പിന്നെ ഇത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാൻ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ മേടിക്കാറില്ല. എനിക്ക് അത്ര ഇഷ്ടമല്ല. അതിലും ഇഷ്ടം എനിക്ക് മണി പ്ലാന്റ്സ് വെക്കണതാണ്. പക്ഷേ ഇത് ഒരു പോപ്പ് ഓഫ് കളറിന് വേണ്ടി ഇരുന്നോട്ടെ വിചാരിച്ചു. ഇത് 179. ഇത് ചുമ്മാ 2 ജ്യൂസ് മേടിച്ചതാ. ഇവിടെ ഇരുന്നോട്ടെ. ഞാൻ ഒബ്സസ്ഡ് വിത്ത് കയ്യിൽ മേടിച്ചു കേട്ടോ. ഇത് 3 എണ്ണത്തിന് കൂടിയിട്ട് 100-130 അങ്ങനെയായിട്ട്. അപ്പോൾ നമുക്ക് വിളമ്പാനും ഒക്കെ വേണ്ടിയിട്ട് എടുക്കാമല്ലോ. അത്യാവശ്യം നമുക്ക് ഇങ്ങനെ വഴട്ടുമ്പോഴൊക്കെ ഉപയോഗിക്കാനായിട്ട് ഒരു കുഞ്ഞി കയ്യിലും എനിക്ക് വേണമായിരുന്നു. ചെറിയ ചീനച്ചട്ടിയിലൊക്കെ യൂസ് ചെയ്യുമ്പോഴേ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതും ആയിട്ടുണ്ട്. പിന്നെ ഒരു സെറ്റ് ഫോർക്ക് മേടിച്ചിട്ടുണ്ട്. പിന്നെ മിനിസോന്ന് നമ്മളൊരു ഫേഷ്യൽ ബ്രഷ് എന്ന് വേണമെങ്കിൽ പറയാം. ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊന്നിങ്ങനെ റബ്ബ് ചെയ്യാവുന്നതാണ്. സോഫ്റ്റ് ആയിട്ടുള്ള ബ്രിസിൽസ് ആണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാഗിനൊരു ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ആ മോളിൽ നിന്ന് 799 രൂപയ്ക്ക് മേടിക്കുകയാണെങ്കിൽ ഈ ബാഗ് നമുക്ക് 1000 രൂപയ്ക്ക് കിട്ടും. എനിക്ക് കുഴപ്പമില്ലാതെ തോന്നി. ഇതിനും ഇങ്ങനെ ഉരുട്ടി കൊണ്ടുപോകുന്നതുണ്ട്, പക്ഷെ ഹാൻഡിലില്ല. പകരം നമുക്കിതാ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി കൊണ്ടുപോകണം. അപ്പോൾ അതൊരു ചെറിയൊരു ഇതുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് ഉരുട്ടി കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ആയിപ്പോവാൻ ചാൻസ് ഉണ്ട് ഹാൻഡിൽ ഇല്ലാത്ത കാരണം.
അപ്പോൾ ഞാൻ എന്തെങ്കിലും കിടക്കട്ടെ, ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഗുഡ് നൈറ്റ്, നമുക്ക് നാളെ കാണാം. ബൈ 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 ബൈ.